ബട്ട് നമ്മുടെ ലൈഫിലാണെങ്കിലേ ഒരുപാട് ഇൻറ്റിമേറ്റ് ആയ പേഴ്സൺസ് ഉണ്ട്. ഇപ്പോൾ അച്ഛനുണ്ട്, അമ്മയുണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, കസിൻസ് ഉണ്ട്, അതുപോലെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലൈഫിൽ ഒരാളെ ചൂസ് ചെയ്യാൻ, ഒരു വ്യക്തിയെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ആരെ ചൂസ് ചെയ്യും? അമ്മയെ ചൂസ് ചെയ്യാം. ഓക്കെ. ഒരാൾ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞാൽ ആരെ അവോയ്ഡ് ചെയ്യും? എന്നിരുന്നാലും ഒരാൾ അവോയ്ഡ് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ ആരെ അവോയ്ഡ് ചെയ്യണമെന്നാണ്? റിലേറ്റീവ്സ്. റീസൺ? അത്ര ക്ലോസ് ഒന്നുമല്ല, അളപ്പാണ് മെയിൻ ആയിട്ട്. ഓക്കെടാ, തന്നെടാ. ഇഷ്ടമുള്ളത് അമ്മയും അച്ഛനും. ഒരാൾ ചൂസ് ചെയ്യുമ്പോൾ ആരെ ചൂസ് ചെയ്യും? ഒരാൾ. അത് എനിക്ക് അമ്മയും അച്ഛനും ഒരുപോലെ ഇഷ്ടമാണ്. എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ. ഒരാൾ ചൂസ് ചെയ്യാൻ ചൂസ് ചെയ്യാം. അത് എങ്ങനെ പറഞ്ഞാൽ അച്ഛൻ. ഓക്കെ. ഒരാൾ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞാൽ ആരാ അവോയ്ഡ് ചെയ്യും ലൈഫിൽ? ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെയുള്ള ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ചോദിച്ചപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപാടുണ്ടല്ലോ. ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ആരെ ചൂസ് ചെയ്യും? ഫ്രണ്ട്സ് ആണോ, റിലേറ്റീവ്സ് ആണോ, കസിൻസ് ആണോ? എല്ലാ ഫ്രണ്ട്സും അല്ല, എന്റെ പണ്ടത്തെ ഒരു ഫ്രണ്ടിന്. എന്റെ സിബ്ലിങ്സ് ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഒരാളെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞാൽ ആരെയും അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ അങ്ങനെ ആരാ അവോയ്ഡ് ചെയ്യാൻ? എല്ലാവർക്കും കംഫർട്ട് ഇല്ല. അങ്ങനെ എന്നിരുന്നാൽ പോലും ഒരാൾ അവോയ്ഡ് ചെയ്യണം എന്നൊരു ഘട്ടം വന്നാൽ ആര് അവോയ്ഡ് ചെയ്യാം? എന്റെ എനിമീസിനെ അവോയ്ഡ് ചെയ്യും. പോസിറ്റീവ് ആവർത്തിക്കും. അതായത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇന്റിമേറ്റ് ഉണ്ട്. അത് ഇന്റിമേറ്റ് വിലയുണ്ട്. അതായത് ബന്ധുക്കളുണ്ട്, കസിൻസ് ഉണ്ട്, റിലേറ്റീവ്സ്, മീൻസ് അച്ഛൻ, അമ്മ, അങ്ങനെ ഒരുപാട് പേരില്ലേ, ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ആര് അവോയ്ഡ് ചെയ്യുന്നത് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരാൾ റിലേറ്റീവ്സ് ആയിരിക്കും. റീസൺ? അയ്യോ അളക്കുക തന്നെയാണ്. ഫ്രണ്ട്സ്. അച്ഛനമ്മയെ കൊണ്ടില്ലേ? ഫ്രണ്ട്സ് ആണ്. അച്ഛനമ്മയെക്കാളും വലുതാണ് ഫ്രണ്ട്സ്. അപ്പൊ ആര് അവോയ്ഡ് ചെയ്യും? അച്ഛനും അമ്മയും. പിന്നെ ആര് അവോയ്ഡ് ചെയ്യും? അങ്ങനെയൊന്നുമില്ല, ആരെ അവോയ്ഡ് ചെയ്യുന്നു? എല്ലാരും സൈഡിൽ കൂടെ കൊണ്ടുപോവാ. ചൂസ് ചെയ്യാൻ പറഞ്ഞല്ലോ. മീൻസ് അവോയ്ഡ് ചെയ്യാം. അതാ ചൂസ് ചെയ്യാൻ പറയാം. ആര് അവോയ്ഡ് ചെയ്യാം? റിലേറ്റീവ്സിനെ പറയാം. റീസൺ ഇല്ല. ഉമ്മാനെ ചൂസ് ചെയ്യും. ഉമ്മാനെ ചൂസ് ചെയ്യാൻ. അപ്പൊ ഒരാളെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞാൽ, ഒരാളെ മാറ്റി നിർത്താൻ പറഞ്ഞാൽ ഇതിൽ ആരാ മാറ്റി നിർത്തും? പാരന്റ്സ് അല്ലാണ്ട് റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഒക്കെ. ഓക്കെ. റീസൺ എന്താണ്? മീൻസ് റീസൺ എന്താന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവര് ഉമ്മയും ഉപ്പയല്ലേ, അത് കഴിഞ്ഞല്ലേ മറ്റവരുള്ളൂ. ഫ്രണ്ട്സ് ഉണ്ട്, കസിൻസ് ഉണ്ട്. റിലേറ്റീവ്സ് ചൂസ് ചെയ്യാൻ കാര്യം മീൻസ് അവര് കൂടുതൽ സമയം നിങ്ങൾ ഫ്രണ്ട്സും കസിൻസ് ആണെങ്കിലും ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ഏജും അപ്പൊ നമുക്ക് അവര് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ കഴിയൂല. റിലേറ്റീവ്സ് എപ്പോഴും കുറ്റപ്പെടുത്തും. എന്തോന്ന്, എന്റെ അമ്മയാണ് ഏറ്റവും ഇത്. പിന്നെ അവോയ്ഡ് ആക്കണതും ഇവള് പറഞ്ഞ പോലെ റിലേറ്റീവ്സിനായിരിക്കും. ബിക്കോസ് ചുമ്മാ ഇല്ലാത്ത ഉണ്ടാക്കി പറയുക, പരദൂഷണം എക്സെട്ര. അതെ ചൊറി. അതുകൊണ്ട് അങ്ങനെ ചോദിച്ചാ ഫ്രണ്ട്സ്. ഞാൻ എല്ലാവരും ഉണ്ട്. റിലേറ്റീവ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, കസിൻസ് ഉണ്ട്, അച്ഛൻ, ഉമ്മ, വാപ്പ, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ആരെ ചൂസ് ചെയ്യും? ഉമ്മയെ. അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞാൽ ആരെ അവോയ്ഡ് ചെയ്യും? അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞാൽ ബ്രദറിനെ അവോയ്ഡ് ചെയ്യും. അയ്യോ, റീസൺ എന്താ? ഭയങ്കര കുഴപ്പമാണ്. ചേട്ടനാണോ അനിയനാണോ? ചേട്ടനാണോ? സീനാണോ? വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ, പറയും. താൻ ആരായിരിക്കും? അമ്മയാണ് ചൂസ് ചെയ്യുന്നത്. അവയോട് ആരായിരിക്കും? റിലേറ്റീവ്സിനെ. റീസൺ അളപ്പാണോ? മീൻസ് അളക്കുക. റിലേറ്റീവ്സിനെ കളയാം. റീസൺ അത്ര വലിയ ക്ലോസും അല്ല, കളഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവണില്ലല്ലോ. അമ്മ. ഒരു വ്യക്തിയെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആര് അവോയ്ഡ് ചെയ്യും? റിലേറ്റീവ്സ്. റീസൺ എന്താണ്? അളക്കുകയാണ് മെയിൻ ആയിട്ട്, അല്ല സഹായമില്ല. അളക്കുക മാത്രമല്ല. താൻ ആരൊക്കെ ചെയ്യും? അല്ല, ഞാൻ ചോദിച്ചതല്ല. അതായത് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് പേഴ്സൺ ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ അമ്മയാണ്. അവോയ്ഡ് ചെയ്യുന്നത് റിലേറ്റീവ്സ് ആണ്. റീസൺ ഇത് തന്നെയാണ്. അത് തന്നെയാണ്. നമുക്ക് മോശം സിറ്റുവേഷൻസ് കുറെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നിൽക്കുന്നു, അവരാവശ്യമില്ല.